കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സ്തുതിയാസമയം വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ, ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആത്മീയ വിടുതൽ പ്രാപിപ്പാൻ, ആത്മീയ നന്മ പ്രാപിപ്പാൻ, ആത്മാവിന്റെ ശക്തിയോടെ ആത്മാവ് നിറവിൽ ദൈവത്തെ ആരാധിപ്പാൻ വലിയവനായ ദൈവം ഒരവസരം കൂടെ നമുക്ക് ദാനമായി തന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദാവീദിന്റെ മനോഹരമായ സങ്കീർത്തനം, 3-ാം സങ്കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ഇന്ന് സന്ധ്യയിൽ നമ്മുടെ ജീവിതത്തിനിടയാക്കി. ദാവീദ് തന്റെ മകനായ അബ്ശലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. നന്ദിയോടെ സ്തോത്രം. യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. തുടങ്ങുന്ന വാക്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ദാവീദ് കടന്നു പോകുന്ന അവസ്ഥ എന്തായിരുന്നുവെന്ന് അതിന്റെ ഹെഡിങ്ങിൽ നിന്നും ആ തലക്കെട്ടിൽ നിന്നും ആദ്യത്തെ വാക്യത്തിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അഭിഷേകം പ്രാപിച്ച ദാവീദ്, ദൈവത്താൽ അഭിഷിക്തനായിരുന്ന ദാവീദ് അനവധി പ്രതികൂലങ്ങൾ കടന്നുപോയി, അനവധി പ്രതിസന്ധികൾ തനിക്കെതിരെ കടന്നു വന്നു. ഇവിടെ മറ്റാരുമല്ല തനിക്കെതിരായി മാറിയത് തന്റെ സ്വന്തം മകൻ. തനിക്കെതിരായി മാറിയപ്പോ തനിക്ക് ഓടിപ്പോകേണ്ട അവസ്ഥ വന്നു. ഓടിപ്പോയതിന്റെ നടുവിലും പ്രതികൂലത്തിന്റെ നടുവിലും പ്രശ്നങ്ങളുടെ നടുവിലും ആർക്കും വിടുവിപ്പാൻ കഴിയാത്ത പ്രതികൂലം തന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോ അതിന്റെ നടുവിലും ദൈവത്തെ പാടി സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക അഭിഷിക്തനായ ദാവീദിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കടന്നു വന്ന അഭിഷേകത്തിന്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈദ്യര് നമ്മുടെ ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും, ഏത് പ്രശ്നത്തിന്റെ നടുവിലും ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുക, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക ഇടയായി തീരുമെന്ന് ആ സങ്കീർത്തനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുക. അതോർത്ത് ആ സന്തോഷത്തോടെ അതോർത്ത് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത്. എത്ര വൈരികളാ ദൈവമക്കൾക്കെതിരെ എഴുന്നേൽക്കുന്നത്. സ്വത്രം എത്ര പെരുകിയിരിക്കുന്നു. എതിർക്കുന്നവർ അനേകരല്ലേ. സ്വത്രം ഇവിടെ ചെന്നാലും ദൈവമക്കൾക്ക് എന്തോ എതിർപ്പേ ഉള്ളൂ. എതിർക്കാൻ അനേകരുണ്ട്, പക്ഷെ ചേർക്കുവാൻ ഒരുവനേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ആരെല്ലാം എതിർത്താലും, ആരെല്ലാം വിരോധമായി എഴുന്നേറ്റാലും ഇന്ന് സന്ധ്യയിൽ പറയട്ടെ, ചേർത്ത് നിർത്താൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ചേർത്ത് നിർത്തുവാൻ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടെ സന്തോഷത്തോടെ വേണം ഇന്ന് സന്ധ്യയ്ക്ക് ദൈവത്തെ ആരാധിക്കുവാൻ. അങ്ങനെ വിശ്വാസത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈദ്യര് നിന്നെ ചേർത്ത് നിർത്തുവാൻ ഇന്ന് രാത്രി നിന്റെ കൂടെ കർത്താവ് ഉണ്ട്. നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ എവിടെല്ലാം നിന്നെ സൂക്ഷിക്കണം, അവിടെല്ലാം ദൈവം നിന്നെ സൂക്ഷിക്കും. സ്വത്രം. അതിന്റെ 2ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. Psalms 3:2. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. യുവാക്കൾ തളർത്തുകയാ. ആരെയാ? അഭിഷിക്തനെ തളർത്തുവാനുള്ള നിലയിലുള്ള വാക്കുകൾ തനിക്കെതിരെ കടന്നു വരികയാണ്. ദൈവത്താൽ അഭിഷേകം പ്രാപിച്ച, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദാവീദിന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ദൈവമക്കള് പലരുടെയും വാക്കുകൾ അവനെ തളർത്തേണ്ടതായിരുന്നു. എന്നാൽ തളർത്താതെ നിർത്തിയത് ദൈവത്തിന്റെ കൃപ മാത്രമാ, ദൈവത്തിന്റെ സാന്നിധ്യമാ. ഇന്ന് സന്ധ്യയ്ക്ക് പലപ്പോഴും മനുഷ്യന്റെ വാക്കുകൾ, മനുഷ്യന്റെ പ്രവൃത്തികൾ, ആര് നമ്മളെ വാക്കുകൾ കൊണ്ട് നമ്മളെ തളർത്താൻ നോക്കുമ്പോ നീ തളരാതെ നിന്നത് ദൈവത്തിന്റെ കൃപയാ. നന്ദിയോടെ സ്തോത്രം. മനുഷ്യൻ ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ പല വാക്കുകൾ
നമ്മളെ അവൻ വളർത്തുന്നതുമാ തളർത്തുന്നതുമാ. സ്തോത്രം. ഒരു വ്യക്തി ഉയരാൻ സ്തോത്രം അവന്റെ വിദ്യാഭ്യാസ സമയങ്ങളിൽ അവന്റെ ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകൾ അവനെ ഉയർച്ചയിലേക്ക് എത്തിക്കുമെങ്കിലും സ്തോത്രം അവന്റെ വീട്ടിലുള്ളവരുടെ വാക്കുകൾ സ്തോത്രം അവനെ ഉന്നതിയിലേക്ക് എത്തിക്കുമെങ്കിലും ദൈവഭക്തന്മാരുള്ള വിഷയത്തിൽ പലരുടെ വാക്കുകളും അവരെ തളർത്താൻ മാത്രമായി മാറുമ്പോൾ ഇന്ന് സന്ദേശങ്ങൾ പറയട്ടെ, തളർത്തുന്ന വാക്കുകൾ ആർക്കെതിരെ ഉണ്ട്? അഭിഷിക്തനെതിരെ ഉണ്ട്. അഭിഷേകം പ്രാപിച്ച ദൈവവൈദ്യര് നീ അഭിഷേകത്തിന്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവൻ നിന്നെ തളർത്തുക. അവൻ നിന്റെ ചുറ്റുപാടുമുള്ളവ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നീ തളരാനുള്ളവനല്ല. ദൈവം നിന്നെ തളർത്തത്തില്ല. ദൈവം നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് ദൈവമക്കളെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ മറ്റുള്ളവരുടെ നോട്ടത്തിൽ നമുക്ക് രക്ഷയില്ല എന്നുള്ള വാക്ക്. സ്തോത്രം. ദൈവവൈദ്യനെ നോക്കിക്കൊണ്ട് മറ്റുള്ളവർ പറയുക അവന് രക്ഷയില്ല എന്ന വാക്ക് നാം കേൾക്കുമ്പോൾ നാം തളർന്നു പോകാൻ ഇടയായി തീരും. പക്ഷേ നാം തളരത്തില്ല. കാരണം അതിന്റെ നടുവിൽ മറുപടി നൽകാൻ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. മറ്റുള്ളവരുടെ നോട്ടത്തിൽ നിനക്ക് രക്ഷയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ നടുവിൽ മറുപടി പറയുവാൻ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെ ചില കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ചിന്തിച്ചു പോകാം. നന്ദിയോടെ സ്തോത്രം. ദൈവവൈദ്യര് ശൗൽ രാജാവായിരുന്നപ്പോൾ തന്റെ ഉള്ള ശക്തി മുഴുവൻ എടുത്ത് ദാവീദിനെതിരെ നിന്നു. സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. കൂടെ നിന്ന ശൗൽ, കൂടെ ഉണ്ടായിരുന്ന ശൗൽ, മറ്റുള്ളവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, കൂടെ നിന്നവൻ ദാവീദിനെതിരെ എത്രയോ പ്രാവശ്യം അവന്റെ പ്രാണനെ തകർക്കത്തക്ക നിലയിൽ എഴുന്നേറ്റപ്പോഴും നന്ദിയോടെ സ്തോത്രം. അവന് രക്ഷയില്ല എന്ന് അനേകർ വിളിച്ചു പറഞ്ഞു. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് രക്ഷയില്ല എന്ന് ദാവീദിനെ നോക്കിക്കൊണ്ട് പലരും പറഞ്ഞു. പക്ഷേ അതിന്റെ നടുവിൽ ദാവീദ് പതറിയില്ല. ദാവീദ് ധൈര്യത്തോടെ നിന്നു. തന്റെ മകൻ തനിക്കെതിരെ എഴുന്നേറ്റു. തന്റെ മകൻ തനിക്കെതിരെ എഴുന്നേറ്റപ്പോൾ സിംഹാസനം വിട്ട് പദവി വിട്ട് ഓടിപ്പോകേണ്ട സാഹചര്യം വന്നു. അതിന്റെ നടുവിലും അവനെ നോക്കിക്കൊണ്ട് പലരും പറഞ്ഞതെന്തോ നന്ദിയോടെ സ്തോത്രം അവന് രക്ഷയില്ല കേട്ടോ. സ്തോത്രം. നാട്ടുകാർ എതിരായി, വീട്ടുകാരെതിരായി സ്തോത്രം അവനൊക്കെ സഹിക്കാം, അവിടൊക്കെ പിടിച്ചു നിന്നു. പക്ഷെ സ്വന്തം മക്കൾ എതിരായി തീർന്നാൽ അവൻ രക്ഷപ്പെടാൻ പറ്റുമോ? ഒരു മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് നോക്കിയാൽ ഒരിക്കലും കഴിയത്തില്ല. പക്ഷേ സ്വന്തം മകൻ അവനെതിരെ എഴുന്നേറ്റ് അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകേണ്ട സാഹചര്യം വന്നപ്പോഴും ലോകം അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ദാവീദ് നിനക്ക് ദൈവത്തിൽ നിന്ന് രക്ഷയില്ല എന്ന് അവർ ഉറപ്പിച്ചപ്പോഴും ദാവീദിന് ഒരു ഉറപ്പുണ്ടായിരുന്നു, എനിക്ക് രക്ഷ എന്റെ ദൈവത്തിൽ നിന്ന് മാത്രമാണ്. ഇന്ന് രാത്രി ദൈവ പൈതല് ആ ഉറപ്പ് ഈ പ്രബോധനം കേൾക്കുന്ന ദൈവത്തിന്റെ മക്കള് നമ്മക്കുണ്ടോ? 2 Samuel 16 verse 5 to 8 എന്ന് വായിച്ചേ. ദാവീദ് രാജാവ് ബഹ്റൂമിൽ എത്തിയപ്പോൾ ശൗലിന്റെ കുലത്തിൽ ഗേരയുടെ മകൻ കണ്ടോ? ആരുടെ കുലത്തിൽ? ശൗലിന്റെ കുലത്തിൽ നിന്ന് ഗേരയുടെ മകൻ ശിമയി എന്ന പേരുള്ള ഒരുത്തൻ അവിടെ നിന്ന് പുറപ്പെട്ട് ശപിച്ചും കൊണ്ട് വരുന്നത് കണ്ടു. വായിച്ച്. അവൻ ദാവീദിനെയും രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ രക്തപാതകനായിരിക്കാൻ ഇപ്പോൾ ഇതാ നിന്റെ ദോഷത്തിന്റെ ഫലം നിനക്ക് വന്ന് ഭവിച്ചിരിക്കുന്നു. കണ്ടു. അവിടെ ശിമയി എഴുന്നേറ്റ് ശൗലിന്റെ കുലത്തിൽപ്പെട്ടവർ ഗേരയുടെ മകനായ ശിമയി എഴുന്നേറ്റ് മണ്ണ് വാരി എറിഞ്ഞുകൊണ്ട് ദാവീദിനെതിരെ ശപിച്ചുകൊണ്ട് ദാവീദിനെ ശപിച്ചുകൊണ്ട് നിൽക്കിയ കണ്ടോ രക്ഷയില്ലെന്ന് ശപിച്ചുകൊണ്ട്
നിനക്ക് ദൈവത്തിൽ നിന്ന് രക്ഷയില്ലെന്ന് സ്വത്രം ഇവിടെ ശപിക്കുവാൻ ഒരുവൻ എഴുന്നേറ്റപ്പോ അവിടെ ദാവീദ് പതറിയില്ല. അവിടെ പറയുന്നു, നിന്റെ മകന് സിംഹാസനം നൽകപ്പെട്ടിരിക്കുന്നു, അവന് നിനക്ക് രക്ഷയില്ല, നീ സിംഹാസനത്തിൽ ഇരിക്കത്തില്ല, നിനക്ക് ഇരിക്കാൻ കഴിയത്തില്ല, അവൻ നിന്നെ ഇരുത്തത്തില്ല എന്ന് ശപിച്ചുകൊണ്ട് അവൻ ഒരുവൻ എഴുന്നേറ്റു. എന്നാ അവിടെ പതറിപ്പോകാതെ ദാവീദ് നിന്നത് ദൈവത്തിന്റെ കൃപ എന്റെ മേലുണ്ടെന്നുള്ള വിശ്വാസം ആർക്കുണ്ടായിരുന്നു? ദാവീദ്. 89-ാം സങ്കീർത്തനം Psalms 89 verse 33 to 37 ഒന്ന് വായിച്ച്. ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. ദൈവം ദാവീദിന് കൊടുത്ത് ഉറപ്പാ കേട്ടോ. ഇന്ന് രാത്രി ശിവയെ നീ എഴുന്നേറ്റ് ദാവീദിനെ ശപിച്ചാലും ആരെല്ലാം ദാവീദിനെ നോക്കിക്കൊണ്ട് അവൻ നിനക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞാലും അവൻ ദാവീദിനോട് വാഗ്ദത്തം ചെയ്തവൻ ഇന്ന് രാത്രി ദൈവ പൈതല് നിന്നെ നോക്കിക്കൊണ്ട് അഭിഷേകം പ്രാപിച്ച ദൈവ പൈതൽ അവൻ ദൈവസനെ എല്ലാവരും പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ഇരിക്കുക. സ്വന്തം ആത്മാവ് ദൈവത്തിന്റെ ആലോചന ദൈവം പകരുക. അവൻ നിന്നെ നോക്കിക്കൊണ്ട് അവൻ പലരും പറയും, അവൻ നിന്റെ പ്രശ്നം നോക്കിക്കൊണ്ട് നിന്റെ പ്രതികൂലം നോക്കിക്കൊണ്ട് നിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് നിന്റെ ചുറ്റുപാടുമുള്ളവർ നിന്റെ നാട്ടിലുള്ളവർ അല്ലെങ്കിൽ നിനക്ക് ബന്ധമുള്ളവർ പലരും പറയും, അവൻ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് അവൻ രക്ഷിക്കപ്പെട്ടിട്ട് അവൻ സ്നാനപ്പെട്ടിട്ട് അവൻ പെന്തിക്കോസിൽ ചേർന്നിട്ട് അവന് ദൈവത്തിൽ നിന്ന് രക്ഷയില്ലെന്ന് അവൻ പറയുന്നവരുണ്ട്. പക്ഷേ നിന്നോട് വാഗ്ദത്തം ചെയ്തവർ, അവൻ നിന്നോട് വാഗ്ദത്തം ചെയ്തവർ, അവൻ വിശ്വസ്തനാ കേട്ടോ. ഹല്ലേലൂയ. എങ്കിലും എന്റെ ദയയെ ഞാൻ അവങ്കൽ നിന്ന് ദാവീദിന് നീക്കിക്കളയത്തില്ല. ദൈവത്തിന്റെ ദയ ആരിൽ നിന്ന് നീക്കത്തില്ല. അഭിഷേകം പ്രാപിച്ച എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുക. ദൈവസനി സന്തോഷത്തെ ഇരിക്കട്ടെ. ഇന്ന് രാത്രി എന്നോട് ദൈവാത്മാവ് പറയുക, അവൻ നിന്നെ ആര് വേണേലും ശപിച്ചോട്ട്, ആര് വേണേലും നിന്നെ നോക്കിക്കൊണ്ട് നിനക്ക് രക്ഷയില്ലെന്ന് പറഞ്ഞോട്ട്, നിനക്ക് ജോലി കിട്ടത്തില്ലെന്ന് പറഞ്ഞോട്ട്, നീ ഉയരത്തിലെന്ന് പറഞ്ഞോട്ട്, നീ നന്മ പ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞോട്ട്, പക്ഷെ ഇന്ന് രാത്രി നിന്നോട് അരുളി ചെയ്തവൻ ദൈവമാ, നിന്റെ മേൽ ദയ തന്നിരിക്കുന്ന ദൈവമാ. ആ ദൈവം പറയുക, എങ്കിലും എന്റെ ദയയെ ഞാൻ അവനിൽ നിന്ന് നീക്കിക്കളയുകയില്ല. എന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം കണ്ടോ? ദൈവം ആർക്ക് കൊടുത്ത് ഉറപ്പാ? ദാവീദിന് കൊടുത്ത് ഉറപ്പ്. ഈ ഉറപ്പ് ദൈവവൈദ്യനെ നീ പ്രാപിച്ചോ? പ്രാപിച്ചെങ്കിൽ ആരെങ്കിലും രക്ഷയില്ലെന്ന് പറഞ്ഞാൽ നീ ഭാരപ്പെടണ്ട. അവൻ മുമ്പോട്ട് പോയാട്ട് ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ദൈവം പറയുക. ആരോട് പറയുക? ദൈവത്തിന്റെ പൈതലിനോട് പറയുക. അപ്പോഴാ നമ്മൾ ഇരുന്നുകൊണ്ട് നമുക്കിതിരെ രക്ഷയില്ലെന്ന് പറഞ്ഞ് നമ്മളെ വാക്കുകൾ കൊണ്ട് അവൻ വേദനിപ്പിക്കുന്നവരുടെ നടുവിൽ നീ പുറകല്ലേ കേട്ടോ. ഞാൻ എന്റെ നിയമത്തെ, ദൈവത്തിന്റെ നിയമത്തെ ആർക്ക് വേണ്ടി ലംഘിക്കത്തില്ല, അഭിഷിക്തന് വേണ്ടി ലംഘിക്കത്തില്ല. അവന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യയില്ല. മനുഷ്യന്റെ വാക്കുകൾ വരും, അവൻ മാറും, അവൻ പലതും പറയും, പക്ഷേ അത് മാറിപ്പോകാൻ ഇടയാകും. എന്നാൽ ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് വന്ന അവൻ ഒരു വാക്കിനും ഭേദം വരത്തില്ല. ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് നിന്നോട് അരുളി ചെയ്ത ഒരു വാഗ്ദത്തത്തിനും അവൻ ഭേദം വരുത്തുകയില്ല. അങ്ങനെ ആ ഉറപ്പ് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതല് നിനക്കുണ്ടെങ്കിൽ നീ എന്തിനു ഭാരപ്പെടണം? നിന്നെ നോക്കിക്കൊണ്ട് രക്ഷയില്ല എന്ന് പറയുന്നവരുടെ മുമ്പിൽ ദാവീദ് എങ്ങനെ നിന്നു? അവൻ ദാവീദിനോട് ദൈവം എപ്രകാരമാണോ അപ്രകാരം ദൈവകൃപ പ്രാപിച്ച ദൈവസന്നിധിയിൽ ഞാൻ ഒരിക്കൽ എന്റെ വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തു ദാവീദിനോട് ഞാൻ പോർക്ക് പറയുകയില്ല. അവൻ നന്ദിയോടെ സ്തോത്രം. ദാവീദിനോട് ഹല്ലേലൂയ. അവൻ സ്തോത്രം. അവന്റെ സന്തതി ശാശ്വതമായി, അവന്റെ സിംഹാസനം എന്റെ മുമ്പിൽ സൂര്യനെ പോലെ ഇരിക്കും. അത് ചന്ദ്രനെ പോലെ, ആകാശത്തിലെ വിശ്വസ്ത സാക്ഷിയെ പോലെ എന്നേക്കും സ്ഥിരമായിരിക്കും കേട്ടോ. ആരുടെ സിംഹാസനം? ദാവീദിനെ സിംഹാസനത്തിൽ ഇരുത്തിയത് ദൈവമാ കേട്ടോ. നീ ശപിച്ചാൽ ആ സ്ഥാനം മാറത്തില്ലെന്ന് അവൻ നീ ശപിച്ചുകൊണ്ട് അവന് രക്ഷയില്ലെന്ന് നീ വിളിച്ചു പറഞ്ഞു. നീ എങ്ങനെ വേണേലും ചെയ്തു, എന്ത് വേണേലും ചെയ്തു. അവിടെ ദാവീദ് എടുത്ത നിലപാടുണ്ട്. അവൻ ശപിച്ച
പ്രാപിച്ചോട്ടെ, അവൻ എന്ത് വേണേലും ചെയ്തോട്ടെ. സ്വന്തം മകൻ അവൻ എനിക്കെതിരെ തിരിഞ്ഞില്ല, അതിലും വലുതായിട്ട് വല്ലതും ഉണ്ടോ? ദൈവ പൈതല് നിന്നെ നോക്കിക്കൊണ്ട് ഇതിനെ നോക്കിക്കൊണ്ട് പുറമെടുക്കുന്നവര് നീ തിരിച്ചു പുറമെടുക്കാൻ പോകണ്ട, അവരോട് നീ തിരിച്ചു മറുപടി പറയാൻ പോകണ്ട. നിന്നെ വിശ്വസ്തയോടെ സൂക്ഷിക്കുന്ന, നിന്റെ മേൽ വാഗ്ദത്തം ചെയ്തവർ വിശ്വസ്തന നിന്നെ എത്തിക്കേണ്ടിടത്ത്, നിന്നെ ഉയർത്തേണ്ടിടത്ത്, നിന്നെ മാനിക്കേണ്ടിടത്ത് ദൈവം നിന്നെ മാനിക്കും. ആ ദൈവത്തിന്റെ സ്നേഹം, ആ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഞാൻ ഒരിക്കൽ എന്റെ വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു. ദാവീദിനോട് ഞാൻ പോർക്ക് പറയുകയും അഭിഷിക്തനോട് ദൈവം പോർക്ക് പറയുകയും സ്വന്തം കാരണം ദൈവത്തിന്റെ വിശുദ്ധിയെ കൊണ്ട് ദൈവം സത്യം ചെയ്യിപ്പിച്ചത്. അവൻ നിന്നെ വിളിച്ചു വേർതിരിച്ച് അഭിഷേകം ചെയ്ത് ആ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് ദൈവത്തിന്റെ വിശുദ്ധിയെ വിശുദ്ധി കൊണ്ട് സത്യം ചെയ്തത്. അതിന് മാറ്റമില്ല കേട്ടോ. നിന്നെ വിളിച്ചു വേർതിരിച്ച ദൈവത്തിന് മാറ്റമില്ല. ദൈവം വിശുദ്ധിയോടെ വിളിച്ചു വേർതിരിച്ചെങ്കിൽ നീ വിശുദ്ധിയോടെ ദൈവത്തിന്റെ സന്നിധി നിന്ന ദാവീദിനെ പോലെ ദൈവസന്നിധി നിന്ന എന്ന് രാത്രി പറയട്ടെ. അവൻ നിന്നെ ഉയർത്തേണ്ട ദൈവം നിന്നെ ഉയർത്തും. അവന്റെ സന്തതി ശാശ്വതമായും അവന്റെ സിംഹാസനം എന്റെ മുമ്പിൽ സൂര്യനെ പോലെ ഇരിക്കും. അത് ചന്ദ്രനെ പോലെ ആകാശത്തിലെ വിശ്വസ്ത സാക്ഷിയെ പോലെ എന്നേക്കും സ്ഥിരമായിരിക്കും. എന്നേക്കും സ്ഥിരമായിരിക്കും. സ്വന്തം എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം പൈതല് നിന്റെ ജീവിതത്തിൽ നടക്കണം. അല്ലാതെ എപ്പോഴെങ്കിലും എപ്പോഴും അല്ല നടക്കേണ്ടത്. എന്റെ ജീവിതത്തിന്റെ അന്ത്യം വരെ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി എന്നിൽ വെളിപ്പെടണം. തടസ്സമായി വരുന്നതിനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്തണം. 37-ാം സങ്കീർത്തനം 39-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. സ്തോത്രം. ആരെങ്കിലും നമ്മെ നോക്കിക്കൊണ്ട് നിനക്ക് രക്ഷയില്ല, ദൈവത്തിങ്കിൽ നിന്നും അവന് രക്ഷയില്ല എന്ന് വിളിച്ചു പറഞ്ഞ് ആ വാക്കുകൾ നീ കേട്ടിട്ട് നീ മുറിവേക്കേണ്ട കാര്യമില്ല, നീ ഭാരപ്പെടേണ്ട കാര്യമില്ല, നീ ആകുലപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് രാത്രി ദൈവവചനത്തിൽ ഉറക്കെ നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു. അവിടെ നീ നീതിയോടെ നിൽക്കുന്നുണ്ട്. നീതിയോടെ ദാവീദ് ദൈവസന്നിധി നിന്നതുപോലെ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യര് നീതിയോടെ ദൈവത്തെ ആരാധിച്ച് നീതിയോടെ ദൈവസഭയെ കൈത്താങ്ങി, നീതിയോടെ ദൈവവേലയെ കൈത്താങ്ങി ആത്മീയ ജീവിതത്തിൽ നീതിയോടെ ദൈവസന്നിധി നിന്ന നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന രക്ഷയുണ്ട്. അതേ യഹോവയിൽ നിന്ന് വരുന്നു. കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു. എന്റെ കഷ്ടകാലത്ത് ആരും എനിക്ക് ദുർഗമാകത്തില്ല. എന്റെ നീതിമാനായ ദൈവമേ എനിക്ക് ദുർഗമായിട്ടുള്ളൂ. ഇന്ന് രാത്രി ദൈവവൈദ്യര് രക്ഷയില്ല എന്ന് പറയുന്ന വാക്കുകളുടെ മുമ്പ് ദൈവസന്നിധിയിൽ ആത്മാവിൽ വിളിച്ചു പറയണം. എന്റെ ദുർഗം, എന്റെ രക്ഷ, എന്റെ യഹോവയ, എന്റെ കഷ്ടകാലത്ത് എന്റെ വേദനയുടെ നടുവിൽ എനിക്ക് ദുർഗമായി നിൽക്കുന്നവർ എന്റെ ദൈവമാ. ദൈവത്തെ ഉയർത്തുവാൻ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചു. സ്വന്തം മറ്റൊരു സന്തതി അവൻ രോഗസൗഖ്യം വരികയില്ല എന്ന് പറയുന്ന ചില സാഹചര്യങ്ങളിൽ ചില രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു. സ്വന്തം സ്വന്തം അപ്പോൾ ചുറ്റുമുള്ളവർ പറയുന്നത് എന്തുവാ? അവന് രക്ഷയില്ല, സൗഖ്യമില്ല. സ്വന്തം സ്വന്തം രാത്രി ദൈവവൈദ്യരെ ചിലപ്പോൾ വൈദ്യശാസ്ത്രത്തിന് പോലും ചിലപ്പോൾ വിടുവിക്കാൻ കഴിയത്തില്ലായിരിക്കും. അവൻ പല രോഗങ്ങൾക്കും വൈദ്യശാസ്ത്രത്തിന് മറുപടിയില്ല. വൈദ്യശാസ്ത്രത്തിന് വിടുവിപ്പാൻ കഴിയാത്ത രോഗത്തിന് പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും. അവൻ അത് കണ്ടുകൊണ്ട് മറ്റുള്ളവർ പറയും അവൻ ചെയ്ത ദോഷം കൊണ്ട് അവനത് സംഭവിച്ചിരിക്കുന്നത്, അവന്റെ മേലുള്ള രോഗം അവന്റെ ദോഷം കൊണ്ടാ എന്നൊക്കെ പറഞ്ഞ് വാക്കുകൾ കൊണ്ട് പാവി പലപ്പോഴും ദൈവത്തിന്റെ മക്കളെ മുറിവേൽപ്പാൻ നോക്കത്തില്ല. ഇന്ന് രാത്രി പറയട്ടെ, ലോകത്തിന്റെ അധികാരമുള്ളവർ നമ്മുടെ കർത്താവ് മാത്രമാണ്. അതുകൊണ്ടാണ് സ്വന്തം 41-ാം സങ്കീർത്തനം 8-ാം വാക്യം ഒന്ന് വായിച്ച്. Psalms 41:8 ഒന്ന് വായിച്ച്. ഒരു ദുർവ്യാധി പിടിച്ചു ശരിയല്ലേ? പല സന്ദർഭങ്ങളിൽ നീ കിടക്കുകയായപ്പോ പലരും പറഞ്ഞെന്തുവാ? ഒരു ദുർവ്യാധി അവനെ പിടിച്ചു.
അവൻ കിടക്കയിലായിരിക്കുന്നു. സ്വോത്രം. ദാവീദിനോട് ഇത് പറഞ്ഞപ്പോ ഇന്ന് രാത്രി ദൈവമക്കളിൽ ദാവീദിനൊരു ഉറപ്പുണ്ടായിരുന്നു, ഞാൻ സേവിക്കുന്ന എന്നെ വീണ്ടെടുത്ത എന്റെ ദൈവം അവൻ സൗഖ്യദായകനാണെന്നുള്ള ഉറപ്പ് ദാവീദിനുണ്ടായിരുന്നു. അവൻ സ്വോത്രം. ഹല്ലേലൂയ. ഒരു ദുർവ്യാധി അവനെ പിടിച്ചിരിക്കുന്നു, അവൻ കിടപ്പിലായി, ഇനി അവൻ എഴുന്നേൽക്കയില്ല എന്ന്. സ്വോത്രം. അവൻ ദൈവത്തിന്റെ മക്കളാരെങ്കിലും രോഗത്താൽ ഭാരപ്പെട്ട കിടക്കയിലായെങ്കിൽ ഉടനെ പറയുന്നത് എന്തോ, അവൻ ആലയിൽ നിൽക്കേണ്ടതങ്ങ് നിന്നാ പോലായിരുന്നു, അവന് വല്ല കുഴപ്പം ഉണ്ടായിരുന്നു. അല്ലാത്തവർ രോഗം പ്രാപിച്ച കുഴപ്പമൊന്നുമില്ല. അവൻ സ്വോത്രം. ബന്ധുക്കോസുകാര് അവൻ രോഗത്തിന്റെ പിടിയിലായി പോയ, അവൻ കിടക്കയിലായി പോയാൽ പറയുന്ന വാക്ക്, അവൻ ആലയിൽ കണ്ടോ, അവൻ സഭ മാറിയത് കൊണ്ട്, സമുദായം മാറിയത് കൊണ്ടാ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലും ഒരു ചുറ്റുപാടിൽ നാം ആയിരിക്കുമ്പോ ഇന്ന് രാത്രി പറയട്ടെ, അവൻ നിന്റെ രോഗം, അവൻ ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ സ്നേഹം നിന്നെ മനസ്സിലാക്കുവാനുള്ളത്, അവൻ കർത്താവ് നിന്നെ വിടുവിക്കുന്നത്, ആ പ്രവൃത്തി അവൻ നിന്നിൽ വെളിപ്പെട്ടില്ലേ? എത്രയോ ദിവസം കിടക്കയിലായിരുന്നു. സ്വോത്രം. എഴുന്നേൽക്കത്തില്ലെന്ന് പലരും പറഞ്ഞില്ലേ? എത്രയോ അനുഭവങ്ങളുണ്ട്. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. എന്നാൽ അതിന്റെ നടുവിൽ അവൻ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം ആരിൽ നന്ദിയോടെ സ്വോത്രം. യിരെമ്യാവിന്റെ പ്രവചനം 33-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. കേട്ടോ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ നിന്റെ രോഗത്തിന്റെ അവസ്ഥയുടെ നടുവിൽ ആരെങ്കിലും നിന്നെ നോക്കിക്കൊണ്ട് നിന്നെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച ഇന്ന് രാത്രി പറയേണ്ടത്, അവൻ അതിനകത്ത് വെളിപ്പെടുത്തി, അവൻ രക്ഷയില്ല, അവൻ കിടക്കയിലായിരിക്കുന്നു, അവനൊരു ദുർവ്യാധി പിടിച്ചിരിക്കുന്നു, അവൻ എഴുന്നേൽക്കത്തില്ല എന്ന് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോ ഇന്ന് രാത്രി നമ്മെ വിടുവോ? നമ്മെ വെറുതെ വിടത്തില്ല. നിനക്കൊരു സങ്കടം വരുമ്പോ, നിനക്കൊരു രോഗം വന്ന നിന്നെ നോക്കിക്കൊണ്ട് അവൻ ജാതികൾ പറയും, ദൈവത്തെ ആരാധിക്കാത്തവർ, ദൈവത്തെ അറിയാത്തവർ, ദൈവത്തെ പരിഹസിക്കുന്നവർ, അവൻ ദുഷ്ടൻ മാറിയെന്ന് പറയും. അവൻ കിടക്കയിലായി, അവൻ എഴുന്നേൽക്കത്തില്ലെന്ന് പറയും. അവൻ അങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ട് പറയണം, അവൻ എന്റെ ദൈവം എന്നോട് പറയുന്നു, ഞാൻ രോഗശാന്തി, എന്റെ കർത്താവ് രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെ സത്യത്തിന്റെ സമൃദ്ധി അവന് വെളിപ്പെടുത്തും. ആർക്ക്? അഭിഷിക്തന് വെളിപ്പെടുത്തും. രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, സ്നാനപ്പെട്ട ദൈവവൈതലേ, ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിലെ വെളിപ്പെടത്തുള്ളൂ, ദൈവത്തിന്റെ ജനത്തിലെ വെളിപ്പെടത്തുള്ളൂ. ദൈവത്തെ ആരാധിക്കാത്തവന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടത്തില്ല. വെറുതെ പുതുവെടുക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടത്തില്ല. നിന്നെ നോക്കി പരിഹസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടത്തില്ല. ഇതാ ഞാൻ രോഗശാന്തിയോടുകൂടെ അവന് സ്വന്തം ആരോഗ്യം വരുത്തും, അവന് ഞാൻ രോഗശാന്തി നൽകും, അവനെ ഞാൻ സൗഖ്യം നൽകും, അവന് ആരോഗ്യം നൽകും, അവന് സമാധാനം നൽകും, അവനെ സത്യത്തോടെ നടത്തും. കണ്ടോ, ഇന്ന് രാത്രി ഒരു വൈദ്യശാസ്ത്രത്തിനും നിന്നെ വിടുവിക്കാൻ കഴിഞ്ഞില്ല എന്ന് നീ വിചാരിക്കേണ്ട. അവൻ നിന്റെ മുറിവിനെ അവൻ കെട്ടുക, അവൻ നിന്നെ സൗഖ്യമാക്കുക. ആ ക്രൂശ് നമുക്ക് വേണ്ടി ഒരുവൻ അവൻ തകർക്കപ്പെട്ടു. വിശ്വസിക്കുന്നെങ്കിൽ നിന്നെ നോക്കി ഭാവ്യം പരിഹസിക്കുന്നവർ മുമ്പിൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുക, സ്വർഗ്ഗമിടയാക്കോ. അതിനായി ഇന്ന് രാത്രി വചനം നമ്മോട് ഇടപെടുന്നത് 2 കൊരിന്ത്യർ 1:8 വായിച്ചു. വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. ദൈവ മക്കള്, അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിന്റെ വേലയിൽ അവൻ അപ്പോസ്തലന്മാരോടൊപ്പം ദൈവത്തിന്റെ ദാസന്മാർ ദൈവസന്നിധി നിന്നപ്പോ അവർ കടന്നുപോയ അവസ്ഥയെ അവിടെ നമ്മൾ വായിച്ചത്. അവൻ സ്വന്തം സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ ജീവനോടെ ഇരിക്കുമോ എന്ന് തന്നെ ഉറപ്പിക്കും. അവർ കടന്നുപോയ അവസ്ഥയാണ്. രോഗത്തിന്റെ ഭാരത്താൽ പിടിപെട്ട് അവൻ ജീവൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് അവർ ഭാരപ്പെട്ടു. അതിന്റെ നടുവിൽ അവർ പറയും, അത് ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ
നിർണയിക്കേണ്ടി വന്നു കേട്ടോ. അവരുടെ കഷ്ടതയുടെ നടുവിൽ അവരുടെ ഉള്ളിൽ ഒരു കാര്യം നിർണയിച്ചു. മരിച്ചവരെ ഉയർപ്പിച്ച ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. മരിച്ച ലാസർ നാറ്റം വെച്ചവനായിരുന്നു. ലാസർ മരിച്ചു, പക്ഷേ അവനെ ഉയർപ്പിച്ച യേശുവിന്റെ ശക്തി, ആ ശക്തിയിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. ഇന്ന് രാത്രി നീ സൗഖ്യം പ്രാപിക്കണമെങ്കിൽ, നീ വിടുതൽ പ്രാപിക്കണമെങ്കിൽ, നിന്റെ രോഗത്തിൽ നിന്ന് ഒരു സൗഖ്യം നിനക്ക് ലഭിക്കണമെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ ജീവന്റെ മേൽ അധികാരമുള്ളവൻ ഒരുവൻ മാത്രമാണ്, അത് നമ്മുടെ യേശുവാ. ആ യേശു നിന്നെ സൗഖ്യമാക്കും. സ്തോത്രം കണ്ടോ? മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. വിടുവിക്കുകയും ചെയ്യുന്നില്ല, വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവരിൽ ആശ വെച്ചു ഇരിക്കട്ടോ. വിടുതൽ പ്രാപിച്ച ദൈവത്തിന്റെ ദാസൻ പറയുക, ആ വിടുതൽ ഞാൻ പ്രാപിച്ചു, ഇനിയും ആ വിടുതൽ ലഭിക്കും. ഇന്ന് രാത്രി ഒരു വിടുതൽ കൊണ്ട് തീരുന്നതല്ല ദൈവത്തിന്റെ പ്രവൃത്തി. നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ ഏത് രോഗത്തിന്റെ നടുവിലും അവൻ നിന്നെ നോക്കിക്കൊണ്ട് ശത്രു പറയും, അവൻ നിനക്ക് സൗഖ്യമില്ലെന്ന് പറഞ്ഞ അതിന്റെ നടുവിൽ പറയണം, അവൻ സ്വന്തം ആലെ ജീവന്റെ മേൽ അധികാരമുള്ളവൻ. വെളിപ്പാട് പുസ്തകം പറയുന്നത്, വെളിപ്പാട് പുസ്തകം പറയുന്നു 1:18 വായിച്ച്. സ്വതന്ത്രം. അപ്പം അധികാരമാർക്ക? അവൻ നമ്മുടെ മേൽ ജീവന്റെ മേലുള്ള അധികാരമാർക്ക? നമ്മെ വിളിച്ചു വേർതിരിച്ച നമ്മുടെ യേശു ക്രിസ്തുവിന്. ആ യേശു ക്രിസ്തുവിന് എന്റെ മേൽ, എന്റെ ജീവന്റെ മേൽ അധികാരമുണ്ടെങ്കിൽ ഏത് രോഗത്തിന്റെ നടുവിലും, ഏത് രോഗത്തിന്റെ നടുവിലും, ഏത് രോഗമാണ് അതിനെ ഭാരപ്പെടുത്തുന്നത്, ആ രോഗത്തിന്റെ നടുവിൽ അവൻ പറയണം, അവൻ സ്വന്തം എന്നെ ആ ഭാരത്തിന്റെ നടുവിൽ എന്റെ യേശുവിനോട്, എന്റെ യേശുവിനോട് അടുക്കുവാൻ, എന്റെ യേശുവിനൊന്ന് ആശ്രയിപ്പാൻ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വിടുതൽ പ്രാപിച്ചു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന്, ചെറിയൊരു കാര്യത്തിൽ നിന്നല്ലെന്ന് എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവവചനം കേട്ട് ആലോചന ഏറ്റെടുക്കുക. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് അവൻ ഞങ്ങളെ വിടുവിച്ചത്, ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ആശ വെച്ചിരിക്കുന്നു. നമ്മുടെ ആശ എവിടാ? വൈദ്യശാസ്ത്രത്തിലാണോ? രാത്രി വൈദ്യശാസ്ത്രത്തിലാണോ? ആ മരുന്ന് കഴിച്ചാൽ ചിലപ്പോ എന്റെ രോഗം മാറുമെന്നുള്ള ആശയല്ലേ ഇന്ന് രാത്രി പലപ്പോഴും നമുക്ക് അധികമായി ഉണ്ടാകുന്നത്. ഇന്ന് രാത്രി നിന്റെ ആശ ഏത് മരുന്നിനേക്കാളും, ഏത് വൈദ്യശാസ്ത്രത്തെ മരുന്നിനേക്കാളും എന്റെ കർത്താവിന്റെ സൗഖ്യം, ആ രോഗശാന്തി എന്റെ മേലുണ്ടെങ്കിൽ എനിക്ക് വിടുതലുണ്ടെന്നുള്ള ആശ. വൈദ്യശാസ്ത്രം വിടുവിക്കാൻ കഴിയത്തില്ലെന്നല്ല, വിടുതലുണ്ട് കേട്ടോ. എന്നാൽ അതിനും വിടുവിക്കാൻ കഴിയാത്ത രോഗമുണ്ട്. അവർ പറയുന്നത് കേട്ടിട്ടില്ല, ഡോക്ടർമാർ പറയുന്നത് കേട്ടിട്ടില്ലേ ഇനി രക്ഷയില്ല, ഡോക്ടർമാർ പറഞ്ഞു കേട്ടിട്ടില്ലേ ഇനി സൗഖ്യമില്ല കേട്ടോ, രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ടെന്ന് കേട്ടോ. പലരും കുറിച്ച് പറഞ്ഞത് അങ്ങനല്ലേ, ഇനി രക്ഷപ്പെടത്തില്ല കേട്ടോ. അപ്പോൾ ചിലര് പറയും അവൻ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന്. നല്ലൊരു ശതമാനം ഡോക്ടർമാർ പറയും. പക്ഷേ അവിടെയും പ്രവർത്തിപ്പാൻ കഴിയുള്ളവൻ കർത്താവ് മാത്രമാ. ആ യേശുവിനായിരിക്കണം നിന്റെ ആശ, ആ യേശുവിനായിരിക്കണം നിന്റെ ആശ. അതായത് രാത്രി കർത്താവ് നമ്മോട് അടുത്തതായി ചിന്തിക്കേണ്ടത് സ്വത്രം വിടുവിക്കാൻ ആരുമില്ല എന്നുള്ളത്. സ്വത്രം പലപ്പോഴും നമ്മൾ വിചാരിക്കും നമുക്ക് ആരും ആശ്രയമില്ല, നമ്മെ വിടുവിപ്പാൻ ആരുമില്ലല്ലോ എന്ന ചിന്ത ദൈവവേദനെതിരെ കടന്നു വരും. അവനെ വിടുവിക്കാൻ ആരുമില്ല. അവനൊറ്റപ്പെടുമ്പോൾ ദൈവവേദനെ അഭിഷിക്തൻ ഒറ്റപ്പെട്ടു. അവനെ നോക്കിക്കൊണ്ട് പറയുന്നത് അവനെ വിടുവിക്കാൻ ആരുമില്ല. സ്തോത്രം. 7:11 വായിച്ച്, സങ്കീർത്തനം 7:11 വായിച്ച്. നന്ദിയോടെ സ്തോത്രം. സ്തോത്രം. അവനെ വിടുവിപ്പാൻ ആരുമില്ല എന്ന് വിചാരിക്കുന്നു. എന്നാൽ നീതിയുള്ളവൻ ഒരുവനുണ്ട്. നീതിമാനായ ദൈവം ന്യായം പ്രവർത്തിക്കുന്ന ദൈവമാണ്, ന്യായം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവം കോപിച്ചാലും, ആ ദൈവത്തിന്റെ കോപം തന്റെ ഭക്തന്റെ മേൽ വന്നാലും അവൻ തകർന്നു പോകുവാൻ, അവനെ വിടുവിക്കുവാൻ ദൈവത്തിന്റെ കരമുണ്ട് കേട്ടോ.
നന്ദിയോടെ സ്തോത്രം. ആലലി നന്ദിയോടെ സ്തോത്രം. യെശയ്യാവിന്റെ പ്രവചനം 49-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ദൈവമക്കളെ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, വിടുതൽ ദൈവം തരുന്നതാ. ആമേൻ, സ്തോത്രം. പെറ്റതള്ള മറന്നാലും പെറ്റതള്ള മാറി നിന്നാലും അവൻ വിടുവിക്കുവാൻ നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട്. അവൻ ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാൽ അവൻ ഞാൻ നിന്നെ മറക്കുകയില്ല, ഞാൻ നിന്നെ മറക്കുകയില്ല. ഒരു പെറ്റതള്ള തന്റെ കുഞ്ഞിനെ മറക്കത്തില്ല. മറക്കാത്ത ഒരു ലോകമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ ആമേ മറക്കുന്നവരെ ഉള്ളൂ. അതിന്റെ നടുവിൽ നിന്നെ മറക്കാത്തവൻ, എന്നെ മറക്കാത്തവൻ, എന്നെ വീണ്ടെടുത്ത എന്റെ കർത്താവ്, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ കണ്ട ദൈവം, എന്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ താങ്ങിയ കർത്താവ്, എന്നെ പുറത്തു കൊണ്ടുവന്ന കർത്താവ് എന്നെ മറക്കത്തില്ല, എന്നെ കൈവിടത്തില്ല. എന്നെ നോക്കി ശത്രു പറയും അവന് വിടുതലില്ല, അവനെ വിടുവിപ്പാൻ ആരുമില്ലെന്ന് പറയും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി ശത്രുവിനെ നോക്കിക്കൊണ്ട്, അവൻ നിന്നെ നോക്കിക്കൊണ്ട് വിടുതലില്ല എന്ന് പറയുന്നവരോട് പറയണം, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവർ നിന്നെ മറന്നാൽ മറക്കാത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്നെ വീണ്ടെടുത്തു, ആ ദൈവം എന്നെ വിടുവിച്ചു. എലീശായ്ക്കെതിരെ ഒരു സൈന്യം തന്നെ എഴുന്നേറ്റു. സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം, നന്ദിയോടെ സ്തോത്രം, അതിന്റെ 6-ാം അധ്യായം ഒന്ന് എടുക്കാം. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ സ്തോത്രം പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യുമെന്ന് പറഞ്ഞു. അതിനെ അവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ. വായിച്ചു. യഹോവ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. എലീശായുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. എലീശായ്ക്കെതിരെ ഒരു സൈന്യം പുറപ്പെട്ടു. സൈന്യം, ഒരു സൈന്യം എന്ന് പറഞ്ഞ 1-2 വ്യക്തികളല്ല, സംഘികൾ. എടുത്തു നോക്കിയ എലീശായുടെ കൂടെ ഒരു ബാല്യക്കാരന് മാത്രം അവർക്ക് അവരെ തകർക്കുവാൻ ഒരു സൈന്യം തന്നെ വരികയാണ്. സ്തോത്രം, സ്തോത്രം. സന്തോഷമുണ്ടോ? ആ സൈന്യം നോക്കിക്കൊണ്ട്, ആ സൈന്യത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ശത്രു നോക്കിക്കൊണ്ട് പറയുക, എലീശായെ, നിനക്ക് വിടുതലില്ല കേട്ടോ. നിനക്ക് വിടുതലില്ല, നിനക്ക് രക്ഷയില്ല. ഈ അവസ്ഥയിൽ നിന്നെ വിടുവിപ്പ ആരുമില്ല എന്ന് ശത്രു പറയുമ്പോ കൂടെയുള്ള ബാല്യക്കാരനും കണ്ടിട്ട് ഹല്ലേലൂയ, അവന് പ്രയാസം വരിക. സ്തോത്രം, സ്തോത്രം. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളെയും രഥങ്ങളുമായി അയച്ചു. അവൻ രാത്രി ചെന്ന് പട്ടണം വളഞ്ഞു. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യും? പലപ്പോഴും ഇങ്ങനല്ലേ സ്തോത്രം. നമ്മുടെ പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ട് നമ്മൾ എന്തോ പറയുന്നത്, ഞാൻ എന്തു ചെയ്യും, ഞാൻ എന്തു ചെയ്യും? ഒരു സൈന്യം മുഴുവൻ എലീശായും ബാല്യക്കാരനും നിന്ന പട്ടണം ചുറ്റി. മാനുഷികമായി ചിന്തിച്ചാൽ എലീശായ്ക്കും ബാല്യക്കാരൻ രക്ഷയുണ്ടോ, വിടുതലുണ്ടോ? ഇല്ല ദൈവമക്കള്. പക്ഷേ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി എന്തായിരുന്നു? നന്ദിയോടെ സ്തോത്രം. ബാല്യക്കാരൻ എലീശായോട് പറയുക, സ്തോത്രം, യജമാനനെ, എന്തോ ചെയ്യും, നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞപ്പോ എലീശ പറയുകയാണ്, നീ പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. അവരോട് കൂടെയുള്ളവരെക്കാൾ നമ്മോട് കൂടെയുള്ളവർ. യേശുവിന്റെ നാമത്തിൽ എത്ര വലിയ സൈന്യം നമുക്കെതിരെ എഴുന്നേറ്റാലും
ആമേൻ. നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവനേക്കാൾ സ്വന്തം. ആമേൻ. എന്നിട്ട് എലീശ പ്രാർത്ഥിച്ചതെന്തുവാ? ഇവന്റെ കണ്ണം തുറക്കട്ടെ, ഈ ബാല്യക്കാരന്റെ കണ്ണെന്ന് തുറക്കട്ടെ. ഇത് രാത്രി ചിലരുടെ കണ്ണുകളെ തുറക്കണം. ദൈവസഭ അതിനായി പ്രാർത്ഥിക്കണം. ഉറപ്പുള്ള ദൈവമക്കൾ പ്രാർത്ഥിക്കണം. അവൻ ദൈവസഭയ്ക്ക് വിരോധമായി നിൽക്കുന്ന അവൻ ശത്രുവിനെ അവൻ നോക്കിക്കൊണ്ട് പറയേണ്ടത്, അവൻ എത്ര വലിയ ശത്രുവ്, നീ എത്ര വലിയ കൂട്ടമാണെങ്കിലും നിന്നേക്കാളും വലിയവനാ ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ ദൈവത്തോടുള്ളത്. അപ്പോൾ ദൈവസഭയിൽ കടന്നു വന്നവർ കണ്ണു തുറന്ന് കാണും. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തി ബാല്യക്കാരൻ കാണാൻ തുടങ്ങി. ആമേൻ. സ്വോത്ര എലീശായ്ക്ക് ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് കണ്ടു. ആമേൻ. അവൻ കണ്ടു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്വോത്ര. ആമേൻ. തുടർന്നുള്ള സാഹചര്യം നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. ആമേൻ. പുറകോട്ട് പോകാതെ ദൈവമക്കളെ, ദൈവത്തിന്റെ രക്ഷ, ദൈവത്തിന്റെ സൗഖ്യം, ദൈവത്തിന്റെ വിടുതൽ, അത് ദൈവത്തിന്റെ അഭിഷേകത്തിന് ദൈവം കൊടുത്ത വാഗ്ദത്തം. ആമേൻ. ആര് നിന്നെ നോക്കി പറഞ്ഞു, ദാവീദേ, നിനക്ക് ദൈവത്തിന്റെ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയും, നിന്നെ കുറിച്ച് പലരും പറയും. അവരുടെ നടുവിൽ ഒരു ദൈവപ്രവൃത്തി വചനത്തോട് വെളിപ്പെടും. സ്വർഗമിടയാക്കും. രക്തത്താലും വചനത്താലും ചെയ്യുമ്പോൾ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എലീശായുടെ ചുറ്റും അഗ്നിമയമായ രഥങ്ങളും കുതിരകളും ദൈവം ഇറക്കി. ബാല്യക്കാലം കണ്ടതുപോലെ ദൈവസഭയ്ക്ക് ചുറ്റും, ദൈവ മക്കൾക്ക് ചുറ്റും ഇറങ്ങിയ ദൈവത്തിന്റെ സൈന്യത്തെ കാണുവാൻ, ആത്മാവിൽ കാണുവാൻ, ആത്മാവിന്റെ ആവെ കാണുവാൻ ദൈവജനത്തെ ഇന്ന് രാത്രി ഇടയാക്കട്ടെ. ഈ നാളുകളിൽ അവ ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവം അയക്കുന്ന ദൂതനെ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട ദൈവജനം മുൻപോട്ട് പോകുക. അഭിഷേകത്തിന്റെ സംഖ്യ ഇന്ന് രാത്രി നിറയപ്പെടുക. സ്വർഗം ഇടയാക്കട്ടെ. അതിനായി നമ്മളെ തന്നെ ഈ പ്രബോധനത്തിന് മുമ്പാകെ നമ്മൾ തന്നെ സമർപ്പിച്ചു. തുടർന്ന് ചിന്തിക്കേണ്ടതുണ്ടെന്നാലും സമയം ആമയുടെ അവസാനിക്കുന്ന നിർത്തുക. ദൈവമക്കളെ, രാത്രി ഈ പ്രബോധനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഏൽപ്പിച്ച് സമർപ്പിച്ച് വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.